എല്ലാവർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചോറ് വയ്ക്കുന്ന റേഷൻ അരി കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് കാണിച്ചു തരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോവല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചോറ് വയ്ക്കുന്ന റേഷൻ അരി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയ ശേഷം ഒരു ചൂടുവെള്ളത്തിൽ ഇതിനൊന്ന് ഒരു 4-5 മണിക്കൂറോളം കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാകുമ്പോൾ കുറച്ച് അധിക സമയം കുതിർത്തിടേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ഇട്ടാലും മതി, രാത്രി മുഴുവനും കിടന്നാൽ മതി. അപ്പോൾ സാധാരണ വെള്ളത്തിൽ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ കുറച്ച് വേഗത്തിലാവാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വയ്ക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് വീണ്ടും 2-3 പ്രാവശ്യം കൂടി കഴുകി അതിനെ വാരിയെടുക്കാം. നമ്മൾ കഴുകി വാരിയെടുത്തിരിക്കുന്ന ഈ അരി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. ഒരു 3/4 കപ്പ് ശർക്കര എടുക്കണം കേട്ടോ. ഒരു കപ്പ് അരിക്ക് 3/4 കപ്പ് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ചൂടൊന്നുമില്ല, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതല്ലേ, അപ്പോൾ ആറിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനൊരു 1/2 കപ്പ് എടുത്തുള്ളൂ, അതുകൊണ്ട് കുറച്ച് മധുരം കുറവുണ്ട്. പിന്നീട് ഞാൻ പഞ്ചസാര ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് 3/4 കപ്പ് ശർക്കര ഒന്ന് ഉരുക്കി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഒഴിച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1/2 കപ്പ് ശർക്കര എടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് മധുരം കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1-2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കായാണ് താല്പര്യമെങ്കിൽ 2 ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നേരത്തെ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ അരി അരയ്ക്കുമ്പോൾ തന്നെ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. വെള്ളം നിങ്ങൾക്ക് തികഞ്ഞില്ലെങ്കിൽ, ഈ ഒരു ശർക്കര പാനിയുടെ വെള്ളം നിങ്ങൾക്ക് തികഞ്ഞില്ല എങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചോളൂ കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത് കേട്ടോ. അപ്പം നന്നായിട്ട് അരച്ചെടുത്ത് ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇപ്പോൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, അരിയും ശർക്കര പാനിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരു 3 മണിക്കൂർ അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് അധികം ഒന്നായി പോവരുത്, നമ്മളുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അതൊന്ന് തിക്കായിട്ട് വരികയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിക്കോളൂ കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂണോളം നെയ്യിൽ കുറച്ച് നാളികേരക്കൊത്തിട്ട് നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിന് നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ചേർക്കണോണ്ട് കുഴപ്പമില്ല, നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇപ്പം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഞാൻ ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ചെറിയൊരു തവിയിൽ ഇതുപോലെ കോരി ഒഴിക്കാം. അപ്പം ഞാൻ നിറയെ തന്നെ ഒഴിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, അതിൽ കിടന്ന് നന്നായിട്ട് വീർത്ത് വന്നോളും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ചെറിയ സ്പൂൺ വെച്ച് തിരിച്ചിടുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ നമ്മളൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു തവി ഉപയോഗിച്ച് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ തന്നെ. അപ്പം ഞാൻ എല്ലാ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഹൈ ഫ്ലെയിമിലിരിക്കുമ്പോഴാണ് നമ്മൾ മാവ് ഒഴിച്ചത്, അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ചോറ് വയ്ക്കുന്ന അരി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. വളരെ ടേസ്റ്റിയാണ്.
കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോവരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവെക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോവല്ലേ. അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി വേഗം വരാം. താങ്ക്